എറണാകുളത്ത് 4 വയസ്സുകാരി അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവിൽ തരിച്ചു നിൽക്കുകയാണ് കേരളം. കുട്ടി ദീർഘകാലമായി ലൈംഗിക പീഡനത്തിന് ഇരയാകുകയായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടത്തിൽ വെളിവായതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1.5 വർഷമായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കൊലപാതക കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നാല് വയസ്സുകാരിയെ അമ്മ ആറ്റിലെറിഞ്ഞു കൊന്ന വാർത്തയുടെ ആഘാതം മാറും മുമ്പെയാണ് കുഞ്ഞ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ കുട്ടിയുടെ ശരീരത്തിൽ ചില പാടുകളും പരിക്കുകളും കണ്ടെത്തിയിരുന്നു. ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടെന്ന സംശയത്തിന്റെ ആദ്യ സൂചനകൾ പോസ്റ്റ്മോർട്ടത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. അപ്പോൾ കസ്റ്റഡിയിലുണ്ടായിരുന്ന അമ്മയെ പോലീസ് ഉടൻ തന്നെ വീണ്ടും ചോദ്യം ചെയ്തു. കുട്ടിയോട് ഏറ്റവും അടുപ്പം കാട്ടിയിരുന്ന 2 ബന്ധുക്കളുടെ പേര് അമ്മ പറഞ്ഞു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. പിന്നാലെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കുട്ടി ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് വീണ്ടും വിളിച്ചു വരുത്തി. പ്രതിയുടെ സ്റ്റേഷൻ പരിധി പുത്തൻകുരിശായതുകൊണ്ട് ചെങ്ങമനാട് പോലീസ് കേസ് പുത്തൻകുരിശ് പോലീസിന് കൈമാറി. പോക്സോ, ബാലനീതി വകുപ്പുകൾ പ്രകാരം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയുടെ വീട്ടിൽ വെച്ചും കുട്ടിയുടെ വീട്ടിൽ വെച്ചും പീഡനം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. കൊല്ലപ്പെട്ട ദിവസം രാവിലെയും കുട്ടിയെ ലൈംഗിക ഉപദ്രവത്തിന് ഇരയാക്കിയെന്ന് പ്രതി സമ്മതിച്ചതായാണ് വിവരം. നീലചിത്രങ്ങൾ കണ്ടതിന് ശേഷമാണ് പ്രതി കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നത്. ബലാത്സംഗ കുറ്റവും ഏറ്റവും അടുത്ത ബന്ധു ബലാത്സംഗം ചെയ്താലുള്ള വകുപ്പും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതി മകളുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വരുമായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയുടെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മരുമാൻ തിരുവനന്തപുരത്ത് എന്തോ ഒരു ജോലിക്ക് പോയിട്ടുണ്ടായി ആൾക്കാർ കൂടി. അപ്പോൾ പോയപ്പോൾ കൂട്ടുകിടക്കാൻ ഇവൻ പോയി കിടന്നു പറഞ്ഞു അവിടെ അപ്പുറത്ത്. അപ്പം എന്നോട് മോള് പറഞ്ഞ് ഇവൻ വന്നാണ് അമ്മ കൂട്ട് കിടക്കണേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മൂത്തോള് പറഞ്ഞു അവൻ പോയി കിടക്കണേ എന്താന്ന് ചോദിച്ചു. ഭയങ്കര സ്നേഹമാണ്. ഒരിക്കലും അങ്ങനെ നമുക്ക് തോന്നൂല അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ. കുട്ടികളോട് ഈ പ്രതി അമിതവാത്സല്യം കാട്ടിയപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും മൂത്ത കുട്ടിയെയും ഉപദ്രവിച്ചോ എന്ന് സംശയമുണ്ടെന്നും കുട്ടിയുടെ അമ്മയുടെ സഹോദരി പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്. ഇന്നലെന്നല്ല ആദ്യമേ മുതൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു പെൺകൊച്ചാണ്. പെൺകൊച്ചിനെ ഇവന്മാരെടുത്തുകൊണ്ട് ഇത്രയും ലാളിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇവളോട് പോലും ഞാൻ മിണ്ടിയിട്ടില്ല. എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഈ മൂത്ത കൊച്ചിന്റെ കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എന്തെങ്കിലും അത് അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഭീഷണി ഉണ്ടാവും. എന്നെ അമ്മേനെ വളർത്തുന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നതായി കുട്ടി പറഞ്ഞിട്ടില്ലെന്ന് കുട്ടിയുടെ അങ്കണവാടി ടീച്ചർ പ്രതികരിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കങ്ങനെ ഒരു സംശയം തോന്നത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടി എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സന്തോഷമുള്ളൊരു മുഖത്തോടെ ഉള്ള കുട്ടിയാണ്. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരിട വരുത്തിയിട്ടില്ല. പ്രതിയെ എപ്പോഴും കുട്ടിക്കൊപ്പമാണ് കാണാറുണ്ടായിരുന്നതെന്നും വീട്ടിലുള്ളവരുമായോ അയൽവാസികളുമായോ ഇയാൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ല എന്നും സമീപവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വീട്ടിലെത്തി ഫോറൻസിക് തെളിവുകൾക്കായി പ്രതിയുടെയും കുട്ടിയുടെ അമ്മയുടെയും വസ്ത്രങ്ങൾ ശേഖരിച്ചിരുന്നു. കുട്ടിയുടെ വീട്ടിലും പ്രതിയുടെ വീട്ടിലും ഫോറൻസിക് സംഘം ഇന്നും പരിശോധന നടത്തി. കൊലപാതക കേസ് ചെങ്ങമനാട് പോലീസാണ് അന്വേഷിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിക്കാണ് പീഡന കേസിന്റെ അന്വേഷണ ചുമതല. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.